ഇന്നത്തെ ഈ സെഷനിൽ നോൺ സ്ട്രക്ചറൽ ക്രാക്സിന്റെ കോസസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. സോ ദ പ്രിൻസിപ്പൽ മെക്കാനിസം കോസിങ് നോൺ സ്ട്രക്ചറൽ cracks in buildings are: first, moisture change; second, thermal movement; third, elastic deformation; fourth, creep; fifth, chemical reaction; sixth, foundation movement and settlement of soil; and seventh, growth of vegetation. So 7 causes ആണ് ഇന്നത്തെ ഈ സെഷനിൽ മെയിൻ ആയിട്ട് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. മോയ്സ്ചർ ചേഞ്ച്, തെർമൽ മൂവ്മെന്റ്, ഇലാസ്റ്റിക് ഡിഫോർമേഷൻ, ക്രീപ്പ്, കെമിക്കൽ റിയാക്ഷൻ, ഫൗണ്ടേഷൻ മൂവ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് സോയിൽ, ആൻഡ് ലാസ്റ്റ് വൺ, ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻ. സോ ഫസ്റ്റ് നമുക്ക് മോയ്സ്ചർ ചേഞ്ച് നോക്കാം. മിക്ക ബിൽഡിംഗ് മെറ്റീരിയൽസും പോറസ് ആണ്. ഇപ്പൊ നമ്മൾ കോൺക്രീറ്റ്, മോർട്ടാർ, ബേൺഡ് ക്ലേ ബ്രിക്സ്, ടിമ്പർ, പ്ലൈവുഡ്, ഇതെല്ലാം പോറസ് ആണ്. അതിനെല്ലാം ഇന്റർ മോളിക്കുലാർ സ്പേസ് ഉണ്ട്. ഓക്കെ, സോ ഈ ഇന്റർ മോളിക്കുലാർ സ്പേസ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ആ മെറ്റീരിയൽ എക്സ്പാൻഡ് ആകും, അല്ലെ? സിമിലർലി ഈ ഒരു ഇന്റർ മോളിക്കുലാർ സ്പേസിലുള്ള മോയ്സ്ചർ ഡ്രൈ ഔട്ട് ആകുവാണെങ്കിലോ മെറ്റീരിയൽ ഷ്രിങ്ക് ആകും. സോ ഇതൊരു സൈക്ലിക് പ്രോസസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ മൊമെന്റ്സ് റിവേഴ്സിബിൾ ആണെന്ന് പറയാം. മനസ്സിലാവുന്നുണ്ടോ? ഇന്റർ മോളിക്കുലാർ സ്പേസിലുള്ള മോയ്സ്ചർ ഡ്രൈ ഔട്ട് ആകുവാണെങ്കിൽ ശ്രിങ്കേജ് സംഭവിക്കും. ഇനി അറ്റ്മോസ്ഫിയറിൽ നിന്ന് ഇന്റർ മോളിക്കുലാർ സ്പേസ് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എക്സ്പാൻഷന് സംഭവിക്കും. ഇനി ഇറിവേഴ്സിബിൾ ചേഞ്ചസും ഉണ്ട്. എക്സാമ്പിൾ പറയുവാണെന്നുണ്ടെങ്കിൽ ഈ സിമെന്റ് ആൻഡ് ലൈം ബേസ്ഡ് മെറ്റീരിയൽസിന്റെ കൺസ്ട്രക്ഷൻ അല്ലെ മാനുഫാക്ചറിന് ശേഷം ചെറുതായിട്ട് ഡ്രൈയിങ് സംഭവിക്കുകയും മെറ്റീരിയൽ ഷ്രിങ്ക് ആവുകയും ചെയ്യും. സോ അതെന്ന് പറയുന്ന ഇറിവേഴ്സിബിൾ മൂവ്മെന്റ്. വേറൊരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ ബേൺഡ് ക്ലേ ബ്രിക്സ്. സോ അത് കിണ്ണിൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ അല്ലേ? സോ ഈ ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചറിലോട്ട് വരുമ്പോൾ അതിന്റെ ടെമ്പറേച്ചർ ചെറുതായിട്ട് താഴുക, അല്ലെ? ചെറുതായിട്ട് താഴുമ്പം ഈ ക്ലേ ബ്രിക്സ് അറ്റ്മോസ്ഫിയറിൽ നിന്ന് മോയ്സ്ചറിനെ അബ്സോർബ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട്. സോ ആ ഒരു ഇനിഷ്യൽ മോയ്സ്ചറിന്റെ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്, ഇപ്പം സിമെന്റ് ആൻഡ് ലൈൻ ബേസ്ഡ് മെറ്റീരിയൽസ് ആയിക്കോട്ടെ, അല്ലെന്നുണ്ടെങ്കിൽ ഈ ബേൺഡ് ക്ലേ ബ്രിക്സ് ആയിക്കോട്ടെ, ആ ഇനിഷ്യൽ അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണ്. ഓക്കെ, അതായത് മെയിൻ ആയിട്ടും ഈ സിമെന്റ് ആൻഡ് ലൈം ബേസ്ഡ് മെറ്റീരിയൽസ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ഒരു മാനുഫാക്ചറിൽ അല്ലെന്നുണ്ടെങ്കിൽ അതിന്റെ ആ കൺസ്ട്രക്ഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്ന മോയ്സ്ചർ ആണ് ഡ്രൈ ഔട്ടായി പോകുന്നത്. സോ ഈ വേരിയേഷൻ ഇൻ മോയ്സ്ചർ കണ്ടന്റിനനുസരിച്ച് റിവേഴ്സിബിൾ മൂവ്മെന്റിനെ 3 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫസ്റ്റ്, സ്മോൾ മൂവ്മെന്റ്. സ്മോൾ മൂവ്മെന്റ് ആണെന്നുണ്ടെങ്കിൽ മെറ്റീരിയൽസിന് അധികം പ്രിക്വേഷൻ എടുക്കേണ്ട ആവശ്യമില്ല. സ്മോൾ മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് ബേൺഡ് ക്ലേ ബ്രിക്സ്, ഇഗ്നിയസ് റോക്സ്, ലൈം സ്റ്റോൺ, മാർബിള്, ജിപ്സം പ്ലാസ്റ്റർ. സെക്കൻഡ്, മോഡറേറ്റ് മൂവ്മെന്റ്. സോ മോഡറേറ്റ് മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽസിന് ഡിസൈനിലും കൺസ്ട്രക്ഷനിലും പ്രിക്വേഷൻസിന്റെ ആവശ്യമുണ്ട്. സോ മോഡറേറ്റ് മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽസിന്റെ എക്സാമ്പിൾ ആണ് കോൺക്രീറ്റ്, സാൻഡ് ലൈം ബ്രിക്സ്, സാൻഡ് സ്റ്റോൺസ്, സിമെന്റ് ആൻഡ് ലൈം മോർട്ടാർ. ലാർജ് മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽസ് ആണെന്നുണ്ടെങ്കിൽ ജോയിൻസിൽ നമ്മൾ സ്പെഷ്യൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. അതേപോലെ തന്നെ അതിന്റെ സർഫസിൽ പ്രൊട്ടക്റ്റീവ് കോട്ടും അപ്ലൈ ചെയ്യണം. ഇനി ലാർജ് മൂവ്മെന്റ് ഉള്ള മെറ്റീരിയൽസിന് എക്സാമ്പിൾ ആണ് ടിമ്പർ, ബ്ലോക്ക് ബോർഡ്, പ്ലൈവുഡ്, വുഡ്, സിമെന്റ് പ്രോഡക്ട്സ് ആൻഡ് ആസ്പെറ്റോസ് സിമെന്റ് ഷീറ്റ്സ്. ഓക്കെ, സോ റിവേഴ്സിബിൾ മൂവ്മെന്റിന്റെ അകത്ത് ഇത്രയുമാണ് ഡിസ്കസ് ചെയ്യുന്നത്. നെക്സ്റ്റ്, ഇറിവേഴ്സിബിൾ മൂവ്മെന്റ്. സോ ഇറിവേഴ്സിബിൾ മൂവ്മെന്റിന്റെ അകത്ത് ഞാൻ പറഞ്ഞത് ഇനിഷ്യൽ ശ്രിങ്കേജ് എന്ന് പറയുന്നത് ഇറിവേഴ്സിബിൾ ആണെന്ന് പറഞ്ഞായിരുന്നു. സോ ഇപ്പം സിമെന്റ് ആൻഡ് ലൈം ബേസ്ഡ് മെറ്റീരിയൽസ്, ഫോർ എക്സാമ്പിൾ കോൺക്രീറ്റ്, മേസൺറി, മോർട്ടാർ, പ്ലാസ്റ്റർ, ഇതിനെയൊക്കെ കൺസ്ട്രക്ഷൻ അല്ലെന്നുണ്ടെങ്കിൽ മാനുഫാക്ചറിന് ശേഷം ആ ഒരു കൺസ്ട്രക്ഷനിലെ മാനുഫാക്ചറിൽ യൂസ് ചെയ്ത മോയ്സ്ചർ ഡ്രൈ ഔട്ട് ആകും. ഓക്കെ, ഈ ഡ്രൈ ഔട്ട് ആകുന്നത് കൊണ്ട് തന്നെ സ്ട്രക്ചറിൽ ക്രാക്സ് വീഴാൻ ചാൻസ് ഉണ്ട്. സോ ഈ ഇനിഷ്യൽ ശ്രിങ്കേജ് ഒരു മെറ്റീരിയലിന്റെ ലൈഫ് ടൈമിൽ ഒരു തവണ സംഭവിക്കത്തുള്ളൂ. അതായത് അതിന്റെ മാനുഫാക്ചർ അല്ലെ കൺസ്ട്രക്ഷൻ സമയത്ത് മാത്രമേ സംഭവിക്കുന്നുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഇപ്പൊ സിമെന്റ് അല്ലെ ലൈം ബേസ്ഡ് മെറ്റീരിയൽസ് ആണ്, ഫോർ എക്സാമ്പിൾ കോൺക്രീറ്റ്, മേസൺറി, പ്ലാസ്റ്റർ, മോർട്ടാർ ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ഇനിഷ്യൽ ശ്രിങ്കേജ്, അതായത്
മോയ്സ്ചർ ഡ്രൈ ഔട്ട് ആകുന്ന കാരണം, അതിന്റെ മാനുഫാക്ചറിലെ കൺസ്ട്രക്ഷൻ മോയ്സ്ചർ ഡ്രൈ ഔട്ട് ആകുന്ന കാരണം ഇനിഷ്യൽ ശ്രിങ്കേജ് സംഭവിക്കാം. ഇനി എത്രത്തോളം ഇനിഷ്യൽ ശ്രിങ്കേജ് സംഭവിക്കൂ എന്നുള്ളത് ഈ പറഞ്ഞിരിക്കുന്ന ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫസ്റ്റ് സിമിൻ കണ്ടന്റ്. സിമിൻ കണ്ടന്റ് കൂടും തോറും ശ്രിങ്കേജ് കൂടിക്കൊണ്ടിരിക്കും, ഇനിഷ്യൽ ശ്രിങ്കേജ് കൂടും. സോ നമുക്ക് പറയാം ഇറ്റ് ഇൻക്രീസസ് വിത്ത് റിച്ച്നെസ് ഓഫ് മിക്സ്. സെക്കൻഡ്, വാട്ടർ കണ്ടന്റ്. വാട്ടർ കണ്ടന്റ് കൂടും തോറും വർക്കബിലിറ്റി കൂടും, പക്ഷെങ്കിൽ ശ്രിങ്കേജും ഡെഫിനറ്റ്ലി കൂടും അല്ലേ. സോ സിമിൻ കണ്ടന്റ് കൂടിയാലും വാട്ടർ കണ്ടന്റ് കൂടിയാലും ഇനിഷ്യൽ ശ്രിങ്കേജ് കൂടും. തേർഡ്, മാക്സിമം സൈസ് ഗ്രേഡിംഗ് ആൻഡ് ക്വാളിറ്റി ഓഫ് അഗ്രിഗേറ്റ്. സോ നമ്മളിപ്പം മാക്സിമം സൈസ് ഓഫ് അഗ്രിഗേറ്റ് ആണ് കോൺക്രീറ്റിൽ യൂസ് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഗുഡ് ഗ്രേഡിംഗ് ആണ് എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ റിക്വയർമെന്റ്, അതായത് നമുക്ക് വേണ്ടുന്ന വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട് വാട്ടർ ആഡ് ചെയ്യുന്നത് കുറയ്ക്കാൻ പറ്റും. സോ വാട്ടറിന്റെ അഡീഷൻ കുറയ്ക്കുവാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ശ്രിങ്കേജ് കുറയത്തില്ലേ. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നു വാട്ടർ കണ്ടന്റ് കൂടുമ്പോൾ എന്ത് സംഭവിക്കും, ശ്രിങ്കേജ് കൂടും. സോ മാക്സിമം സൈസ് ആണ്, ഗുഡ് ഗ്രേഡിംഗ് ആണ്, ഗുഡ് ക്വാളിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആണ് എന്നുണ്ടെങ്കിൽ വാട്ടറിന്റെ റിക്വയർമെന്റ് കുറവും മതി ഡിസൈഡ് വർക്കബിലിറ്റിക്ക് വേണ്ടിയിട്ട്. സോ നമുക്ക് പറയാം വാട്ടർ കണ്ടന്റ്, അതായത് മാക്സിമം സൈസ് ആണ്, ഗുഡ് ഗ്രേഡിംഗ് ആണ്, അതേപോലെ തന്നെ ഗുഡ് ക്വാളിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ശ്രിങ്കേജ് കുറയും. നെക്സ്റ്റ്, ഡീക്യൂറിംഗ്. പ്രോപ്പർ ആയിട്ട് ക്യൂർ ചെയ്തിട്ടുണ്ടെങ്കിൽ ശ്രിങ്കേജ് കുറയും. അതായത് നമ്മളിപ്പം കോൺക്രീറ്റ് സെറ്റ് ആയ ഉടനെ ക്യൂർ ചെയ്യുവാണ്, അതേപോലെ തന്നെ ഏകദേശം 7 മുതൽ 10 ദിവസത്തേക്ക് നമ്മൾ കണ്ടിന്യൂസ്ലി നല്ലപോലെ ക്യൂർ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിഷ്യൽ ശ്രിങ്കേജ് കമ്പാരിറ്റീവ്ലി കുറവായിരിക്കും. നെക്സ്റ്റ്, പ്രസൻസ് ഓഫ് എക്സസ് ഫൈൻസ് ഇൻ അഗ്രിഗേറ്റ്സ്. സോ ഫൈൻസ് കൂടും തോറും സ്പെസിഫിക് സർഫസ് ഏരിയ കൂടും, അഗ്രിഗേറ്റിന്റെ സ്പെസിഫിക് സർഫസ് ഏരിയ കൂടും, അതായത് വാട്ടർ റിക്വയർമെന്റ് കൂടും. പൊതുവെ സ്പെസിഫിക് സർഫസ് ഏരിയ കൂടിയ വാട്ടർ റിക്വയർമെന്റ് കൂടും. വാട്ടർ റിക്വയർമെന്റ് കൂടിയ ഓൾറെഡി പറഞ്ഞായിരുന്നു ശ്രിങ്കേജ് കൂടും അല്ലേ. അതുകൊണ്ട് തന്നെ പ്രസൻസ് ഓഫ് എക്സസീവ് ഫൈൻസ് ഇൻ അഗ്രിഗേറ്റ്സ് കുറവായിരിക്കണം. നെക്സ്റ്റ്, കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സിമെന്റ്. സോ കണ്ടുവരുന്നത് ഇപ്പം റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെന്ന് കരുതുക. ഇപ്പൊ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ആണെന്നെങ്കിൽ ഗ്രേറ്റർ ശ്രിങ്കേജ് ആയിരിക്കും ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെക്കാട്ടിലും. സോ അതാണ് കെമിക്കൽ കോമ്പോസിഷനകത്ത് പറയുന്നത്. അതായത് സിമെന്റിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് ശ്രിങ്കേജിന് മാറ്റം വരും. പൊതുവെ ട്രൈകാൽഷ്യം സിലിക്കേറ്റ് കൂടിയ ഒരു സിമെന്റ് ആണ്, അതേപോലെ ആൽക്കലീസിന്റെ പ്രപ്പോർഷൻ കുറവാണ് എന്നുണ്ടെങ്കിൽ ശ്രിങ്കേജ് കുറയും. മനസ്സിലാവുന്നുണ്ടോ? ട്രൈകാൽഷ്യം സിലിക്കേറ്റ് ഗ്രേറ്റർ പ്രപ്പോർഷനിലും ആൽക്കലീസിന്റെ പ്രപ്പോർഷൻ കുറവാണെങ്കിൽ ശ്രിങ്കേജ് കുറഞ്ഞിരിക്കും. സോ ഇത്രയും പഠിക്കുക. സിമെന്റിന്റെ കെമിക്കൽ കോമ്പോസിഷൻ അനുസരിച്ച് ശ്രിങ്കേജ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ഇപ്പൊ റാപ്പിഡ് ഹാർഡനിങ് സിമെന്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ശ്രിങ്കേജ് പൊതുവെ താരതമ്യേന ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിനെക്കാളും കൂടുതലായിരിക്കും. ലാസ്റ്റ് വൺ, ടെമ്പറേച്ചർ ഓഫ് ഫ്രഷ് കോൺക്രീറ്റ് ആൻഡ് റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഓഫ് സറൗണ്ടിങ്സും. ഇത് നമുക്ക് തന്നെ പറയാവുന്നതേ ഉള്ളൂ അല്ലേ. ഇപ്പൊ ആംബിയന്റ് ടെമ്പറേച്ചർ, അതായത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ കുറവാണെങ്കിൽ ശ്രിങ്കേജ് കുറയുവോ കൂടുവോ? ഡെഫിനറ്റ്ലി കുറയും അല്ലേ. സോ പൊതുവെ പറയുന്നത് ഇപ്പം മൈൽഡ് വിന്ററി ചെയ്ത കോൺക്രീറ്റിംഗ് ആണെങ്കിൽ അതിന് ക്രാക്കിംഗ് ടെൻഡൻസി കുറവായിരിക്കും. ഓക്കെ, മൈൽഡ് വിന്ററി ചെയ്ത കോൺക്രീറ്റിങ്ങിന് ക്രാക്കിംഗ് ടെൻഡൻസി കുറവായിരിക്കും. നോക്കിക്കേ, ഇപ്പൊ സിമെന്റ് കോൺക്രീറ്റ് ആണെങ്കിൽ ഒരു 10 ദിവസം കൊണ്ടായിരിക്കും ഈ സിമെന്റ് കോൺക്രീറ്റിന്റെ 1/3 ശ്രിങ്കേജ് ടേക്സ് പ്ലേസ് ചെയ്യുന്നത്. സോ ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നേ ഉള്ളൂ കേട്ടോ. ഇത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും ഓർത്തിരിക്കേണ്ട. ജസ്റ്റ് സിമെന്റ് കണ്ടന്റ് കൂടിയ ശ്രിങ്കേജ് കൂടും, വാട്ടർ കണ്ടന്റ് കൂടിയ ശ്രിങ്കേജ് കൂടും, മാക്സിമം സൈസ് ആണ്, ഗുഡ് ഗ്രേഡിംഗ് ആണ്, ഗുഡ് ക്വാളിറ്റി ഓഫ് അഗ്രിഗേറ്റ് ആണെങ്കിൽ ശ്രിങ്കേജ് കുറയും, കാരണം വാട്ടർ കണ്ടന്റ് കുറയുന്നുണ്ട്. ക്യൂറിങ് നല്ലപോലെ ചെയ്യുവാണെങ്കിൽ ശ്രിങ്കേജ് കുറയും. പിന്നെ എക്സസീവ് ഫൈൻസ് ഉണ്ടെങ്കിൽ ശ്രിങ്കേജ് കൂടും. കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് സിമെന്റ് അനുസരിച്ച് ശ്രിങ്കേജ് കൂടാനും കുറയാനും ചാൻസ് ഉണ്ട്. ലാസ്റ്റ്, ഫ്രഷ് കോൺക്രീറ്റിന്റെ ടെമ്പറേച്ചർ കുറവാണെന്നുണ്ടെങ്കിൽ ശ്രിങ്കേജ് കുറഞ്ഞിരിക്കും. സിമിലർലി റിലേറ്റീവ് ഹ്യൂമിഡിറ്റി ഹൈ ആണെന്നുണ്ടെങ്കിലും ശ്രിങ്കേജ് കുറഞ്ഞിരിക്കും. സോ ഡീറ്റെയിൽഡ് ആയിട്ട് ജസ്റ്റ് മനസ്സിലാകാൻ വേണ്ടി, നല്ലപോലെ മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് പറഞ്ഞു തരുന്നത്.
നെക്സ്റ്റ് 10 ദിവസത്തിനുള്ളിൽ ഒരു സിമെന്റ് കോൺക്രീറ്റിന്റെ 1/3 ശ്രിങ്കേജ് നടക്കും. 1 മന്തില് ഹാഫ് ദ ശ്രിങ്കേജ് നടക്കും. അതേപോലെ തന്നെ ബാക്കിയുള്ള ഹാഫ് നടക്കുന്നത് ഒരു ഇയറിലായിരിക്കും. നമുക്കപ്പം പറയാം കോൺക്രീറ്റിന്റെ ശ്രിങ്കേജ് ക്രാക്സ് 1 വർഷം വരെ വൈഡൻ ആയിക്കൊണ്ടേ ഇരിക്കുമെന്ന്. മനസ്സിലാവുന്നുണ്ടോ? സിമെന്റ് കോൺക്രീറ്റ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യത്തെ 10 ദിവസത്തിൽ 1/3 ഓഫ് ദ ശ്രിങ്കേജ് സംഭവിക്കും. 1 മന്തില് ഹാഫ് ദ ശ്രിങ്കേജ് സംഭവിക്കും. പിന്നെ റിമൈനിങ് ഹാഫ് 1 വർഷം കൊണ്ടായിരിക്കും നടക്കുന്നത്. സോ നമുക്ക് പറയാം ഈ സിമെന്റ് കോൺക്രീറ്റിൽ ഉണ്ടാകുന്ന ശ്രിങ്കേജ് ക്രാക്സ് 1 വർഷം വരെ നീണ്ടു നിൽക്കാവുന്ന. നെക്സ്റ്റ് ആണ് പ്ലാസ്റ്റിക് ശ്രിങ്കേജ്. സോ ഇപ്പം പ്ലാസ്റ്റിക് ശ്രിങ്കേജ് എന്ന് പറയുമ്പോൾ പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ ഇരിക്കുമ്പോൾ, സിമെന്റ് കോൺക്രീറ്റ് പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ തന്നെ ഇരിക്കുമ്പോൾ ഉണ്ടാകുന്ന ശ്രിങ്കേജിനെയാണ് അല്ലെങ്കിൽ ക്രാക്സിനെയാണ് ഈ ഒരു പ്ലാസ്റ്റിക് ശ്രിങ്കേജ് കാരണമുള്ള ക്രാക്സ് എന്ന് പറയുന്നത്. അതായത് ഇപ്പം ഫ്രഷ്ലി ലെയ്ഡ് സിമെന്റ് കോൺക്രീറ്റ് ആണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലാസ്റ്റിക് സ്റ്റേജിൽ തന്നെ ക്രാക്സ് ഒക്കർ ചെയ്യുക. ഓക്കെ, ഈ സോളിഡ് പാർട്ടിക്കിൾസ് ഇതുണ്ടാവാനുള്ള റീസൺസ് ആണ് ഇനിയും പറയുന്നത്. സോ ബ്ലീഡിങ് നിങ്ങൾക്ക് അറിയാമല്ലോ. ബ്ലീഡിങ് എന്താണ്? ഇപ്പം കോൺക്രീറ്റ് പ്ലേസ് ചെയ്തതിന് ശേഷം സോളിഡ് പാർട്ടിക്കിൾസ് ഗ്രാവിറ്റിയുടെ ആക്ഷൻ കാരണം താഴോട്ട് പോയി സെറ്റിൽ ആകുകയും വാട്ടർ മുകളിലോട്ട് വരും, അല്ലെ? അതിനെയാണ് നമ്മൾ ബ്ലീഡിങ് എന്ന് പറയുന്നത്. ഓർമ്മയുണ്ടല്ലോ. സോ ബ്ലീഡിങ് കാരണം സർഫസിൽ, അതായത് ഈ കോൺക്രീറ്റിന്റെ സർഫസിൽ വാട്ടർ വന്നു, അല്ലെ? ഇനിയും റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ എന്ന് പറയുന്നത് റേറ്റ് ഓഫ് ബ്ലീഡിങ്ങിനെക്കാട്ടിലും കുറവാന്ന് കരുതുക. മനസ്സിലാവുന്നുണ്ടോ? റേറ്റ് ഓഫ് ഇവാപ്പറേഷൻ, അതായത് ആ ഒരു സർഫസിൽ നിന്ന് വാട്ടർ ഇവാപ്പറേറ്റ് ആയി പോകുന്നത് റേറ്റ് ഓഫ് ബ്ലീഡിങ്ങിനെക്കാട്ടിലും കുറവാണ് എന്നുണ്ടെങ്കിൽ ശ്രിങ്കേജ് അത്രയും സംഭവിക്കാൻ സാധ്യതയില്ല. അതേസമയം വെള്ളം, അതായത് ഈ ടോപ്പിലോട്ട് വരുന്ന വെള്ളം പെട്ടെന്ന് ലൂസായി പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് ശ്രിങ്കേജ് സംഭവിക്കാം. സിംപ്ലി നമുക്ക് ഇത്രയും പറയാം, പ്ലാസ്റ്റിക് സ്റ്റേറ്റിൽ, അതായത് ഫ്രഷ്ലി ലെയ്ഡ് സിമെന്റ് കോൺക്രീറ്റിൽ ഉണ്ടാവുന്ന ക്രാക്സ് ആണ് പ്ലാസ്റ്റിക് ശ്രിങ്കേജ് കാരണമുള്ള ക്രാക്സ്. ബ്ലീഡിങ് കാരണം നിങ്ങൾക്കറിയാം സോളിഡ് പാർട്ടിക്കിൾസ് താഴോട്ടും പോകും. കോൺക്രീറ്റിങ്ങിന് ശേഷം സോളിഡ് പാർട്ടിക്കിൾസ് താഴോട്ട് പോകും, വാട്ടർ സർഫസിൽ വന്ന് അടിയും, അല്ലെ? സോ വാട്ടർ സർഫസിൽ വരുമ്പോൾ ഈ വാട്ടർ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി പോകുകയെന്ന് വിചാരിക്കുക. വാട്ടർ പെട്ടെന്ന് ഇവാപ്പറേറ്റ് ആയി പോകുകയാണെന്നുണ്ടെങ്കിൽ കോൺക്രീറ്റ് സർഫസ് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ്ഡ് ആകും. ഓക്കെ, എക്സ്പോസ്ഡ് ആവുന്നത് കൊണ്ട് തന്നെ ക്രാക്സ് സംഭവിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതായത് എക്സ്പോസ്ഡ് ആകുമ്പോഴത്തേക്ക് പിന്നെ ഈ കോൺക്രീറ്റിന്റെ അകത്തുള്ള വെള്ളത്തിനെ കൂടി ഇത് വലിച്ചെടുക്കാൻ തുടങ്ങും. സോ അവിടെ ക്രാക്കിങ് സംഭവിക്കാൻ ചാൻസ് കൂടുതലാണ്. അതേസമയം വെള്ളം പതുക്കെ ഇവാപ്പറേറ്റ് ആയി പോകുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് കാരണം ക്രാക്സ് ഒക്കെ അറിയത്തില്ല. സോ ഇതിൽ നിന്ന് തന്നെ നമുക്ക് പറയാം, അല്ലെ? അതായത് ഈ പ്ലാസ്റ്റിക് ശ്രിങ്കേജ് ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും? കോൺക്രീറ്റിന്റെ ടെമ്പറേച്ചർ, പിന്നെ ഹീറ്റ്, അതായത് എത്രത്തോളം ഹീറ്റ് ഉണ്ട് എന്നുള്ളത്, എക്സ്പോഷർ ടു ദ ഹീറ്റ് ഫ്രം സൺ റേഡിയേഷൻ, റിലേറ്റീവ് ഹ്യൂമിഡിറ്റി, വെലോസിറ്റി ഓഫ് വിൻഡ്സ് ഒക്കെയാണ്. ലാസ്റ്റ് ഇറിവേഴ്സിബിൾ ചേഞ്ചസിന്റെ അകത്ത് വരുന്നതാണ് ഇനിഷ്യൽ എക്സ്പാൻഷൻ. ഓൾറെഡി ഞാൻ പറഞ്ഞായിരുന്നു ഇനിഷ്യൽ എക്സ്പാൻഷൻ എവിടെയാ കാണുന്നത്? ക്ലേ ബ്രിക്സിൽ പറഞ്ഞായിരുന്നല്ലേ. ക്ലേ ബ്രിക്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ടെമ്പറേച്ചറിലാണ് നമ്മൾ ക്ലേ ബ്രിക്സ് ഉണ്ടാക്കുന്നത്, മാനുഫാക്ചർ ചെയ്യുന്നത്. സോ ആ സമയത്ത് എന്തോ പറ്റും? ഇന്റർമോളിക്കുലാർ സ്പേസിൽ നിന്നുള്ള വാട്ടർ എല്ലാം ഇവാപ്പറേറ്റ്, അതായത് ഡ്രൈ ആയി പോകും. ഇനി നമ്മൾ ബ്രിക്സിന്റെ ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോഴത്തേക്ക്, അതായത് കിന്നിന്ന് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് ബ്രിക്സ് എന്തോ ചെയ്യും? അറ്റ്മോസ്ഫിയറിൽ നിന്നുള്ള വാട്ടറിനെ അബ്സോർബ് ചെയ്യാൻ തുടങ്ങും. അബ്സോർബ് ചെയ്യുന്നത് കൊണ്ട് തന്നെ അവിടെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കും. മനസ്സിലായോ? സോ നമുക്ക് പ്രാക്ടിക്കൽ പർപ്പസിന് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് ഈ എക്സ്പാൻഷൻ ഏകദേശം 3 മാസം വരെ നിൽക്കുമെന്ന. ഇനിഷ്യൽ എക്സ്പാൻഷൻ ക്ലേ ബ്രിക്സിലെ എത്ര നാൾ നിൽക്കും? 3 മാസം വരെ നിൽക്കുമെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ പൊതുവെ നമ്മൾ ഇപ്പം കിൻസിന്ന് എടുക്കുന്ന ബ്രിക്സ് അപ്പം തന്നെ കോൺക്രീറ്റിംഗിൽ യൂസ് ചെയ്യാനായിട്ട് പ്രിഫർ ചെയ്യാറില്ല. സോ നെക്സ്റ്റ് വൺ മോയ്സ്ചർ കണ്ടന്റ് ആണ് നമ്മളിപ്പം കണ്ടത്.
നെക്സ്റ്റ് കോസ് ആണ് തെർമൽ മൂവ്മെന്റ്. സോ തെർമൽ മൂവ്മെന്റിന്റെ അത് നമുക്കറിയാം മെറ്റീരിയൽസ് ഹീറ്റ് ആകുമ്പോൾ എന്ത് പറ്റും? എക്സ്പാൻഡ് ആകും അല്ലേ? കൂളാകുമ്പോഴോ കോൺട്രാക്ഷൻ സംഭവിക്കും. ഹീറ്റിംഗ് സംഭവിക്കുമ്പം എക്സ്പാൻഡ് ആകും. ഹീറ്റിംഗ് സംഭവിക്കുമ്പോൾ എക്സ്പാൻഷൻ നടക്കും. കൂളിംഗ് സംഭവിക്കുമ്പം കോൺട്രാക്ഷൻ സംഭവിക്കും. ഇനിയും ഈ ഒരു മൂവ്മെന്റ് നടന്നില്ലെന്ന് കരുതുക. ഈ ഒരു മൂവ്മെന്റ് നടന്നില്ലെങ്കിൽ എന്ത് പറ്റും? ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ആകും. സോ ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ടെൻസൈൽ അല്ലെ ഷിയർ സ്ട്രെസ് കാരണം ക്രാക്സ് ഒക്കർ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അതായത് മെറ്റീരിയൽസ് ഹീറ്റ് ആകുമ്പോൾ എക്സ്പാൻഡ് ആവും, കൂളാകുമ്പോൾ കോൺട്രാക്ട് ചെയ്യും. ഇനി ഈ ഒരു മൂവ്മെന്റിന്റെ തടസ്സമാണ്, ഈ ഒരു മൂവ്മെന്റിനെ നമ്മൾ പ്രിവെന്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ ആ ഒരു മെറ്റീരിയല് ഇങ്ങനൊരു മൂവ്മെന്റ് നടക്കുന്നില്ല, നമ്മൾ പ്രോപ്പറായിട്ട് ജോയിൻസ് ഒന്നും കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ടെൻസൈൽ സ്ട്രെസ് അല്ലെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യും. ഈ ടെൻസൈൽ സ്ട്രെസ് അല്ലെ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ആ മെറ്റീരിയൽസിൽ ക്രാക്സ് ആവാൻ ചാൻസ് ഉണ്ട്. സോ തെർമൽ മൂവ്മെന്റ് ഒരു ക്രാക്ക്, അതായത് ബിൽഡിങ്സിന്റെ ക്രാക്കിങ്ങിന്റെ വൺ ഓഫ് ദ പ്രൈം റീസൺ ആണ് നമുക്ക് പറയാം. തെർമൽ മൂവ്മെന്റ്സ് കാരണമുള്ള ക്രാക്ക് എക്സ്റ്റേണൽ ഹീറ്റ് കാരണമോ ഇന്റേണലി ജനറേറ്റഡ് ഹീറ്റ് കാരണമോ ആകാം. ഇനിയും ഒരു ബിൽഡിംഗ് കമ്പോണൻസിലുള്ള ക്രാക്സ് തെർമൽ മൂവ്മെന്റ്സ് കാരണം ഓപ്പണും ആകാം ക്ലോസും ആകാം. നമ്മൾ ഓൾറെഡി കണ്ടായിരുന്നല്ലേ, ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ മെറ്റൽ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്, മെറ്റീരിയൽസിന്റെ എക്സ്പാൻഷൻ ആണ് സംഭവിക്കുന്നത്. ടെമ്പറേച്ചർ ഡൗൺ ആകുമ്പോൾ മെറ്റീരിയലിന്റെ കോൺട്രാക്ഷൻ ആണ് സംഭവിക്കുന്നത്. സോ ഈ ക്രാക്സ് ഓൾട്ടർനേറ്റീവ്ലി ഓപ്പണും ആകാം ക്ലോസും ആകാം. പൊതുവെ കാണപ്പെടുന്നത് വിന്ററിൽ ചെയ്യുന്ന കോൺക്രീറ്റിംഗ് ജോബ്സിന് ക്രാക്സ് കുറവായിരിക്കും. അതേപോലെ തന്നെ ഇന്റേണൽ വോൾസ്, ഇന്റർമീഡിയറ്റ് ഫ്ലോർസിലൊക്കെ ക്രാക്സ് ഡെവലപ്പ് ആകുന്നത് കുറവായിരിക്കും. അതേസമയം എക്സ്റ്റേണൽ വാൾസ് എടുക്കുവാണ്, എക്സ്റ്റേണൽ വാൾസിൽ ഡയറക്റ്റ് സോളാർ റേഡിയേഷൻ വരുന്നുണ്ട് അല്ലെ, അതേപോലെ തന്നെ റൂഫ് ഒക്കെ എടുക്കുവാണെങ്കിൽ ഡയറക്റ്റ് സണ്ണിലോട്ട് എക്സ്പോസ്ഡ് ആണ്. അതുകൊണ്ട് തന്നെ അവിടെ തെർമൽ വേരിയേഷൻ കാര്യമായിട്ട് വരികയും ക്രാക്കിങ്ങിന് കുറച്ചുകൂടെ സാഹചര്യം കൂടുതലുമായിരിക്കും. നെക്സ്റ്റ് ആണ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ. സോ ഇലാസ്റ്റിക് ഡിഫോർമേഷനകത്ത് ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ കമ്പോണൻസിൽ ഡെഡ് വെയിറ്റ് കാരണവും സൂപ്പർ ഇമ്പോസ്ഡ് ലൈവ് ലോഡ്സ് കാരണവും ഇലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കാം. ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ക്രാക്സ് ഫോം ആകാം. ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷന്റെ എമൗണ്ട്, ഇലാസ്റ്റിക് മോഡുലസ്, മാഗ്നിറ്റ്യൂഡ് ഓഫ് ലോഡിംഗ് ആൻഡ് ഡയമെൻഷൻ ഓഫ് ദ കമ്പോണൻസിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഫാക്ടേഴ്സ് അത്ര ഇമ്പോർട്ടന്റ് അല്ല, ഫാക്ടേഴ്സ് നമ്മൾ ഓൾറെഡി മെറ്റീരിയൽസ് ഓഫ് സോളിഡ്സിൽ പഠിക്കുന്നതാണ് അല്ലേ. സോ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ഒരു ബിൽഡിങ്ങിന്റെ സ്ട്രക്ചറൽ കമ്പോണൻസിൽ ക്രാക്സ് ഡെവലപ്പ് ആകും എന്നുള്ളത് ഓർത്തിരിക്കുക. നെക്സ്റ്റ്, സോ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ കാരണം ക്രാക്ക് ഒക്കർ ചെയ്യുമെന്ന് നമ്മൾ കണ്ടു. സോ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ഒരു ബിൽഡിങ്ങിൽ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങളാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫസ്റ്റ് എന്ന് പറയുമ്പം ഇപ്പം ഒരു അൺഈവൻലി ലോഡഡ് ആണെന്ന് കരുതുക. ഇപ്പം വോൾസ് ഒക്കെ അൺഈവൻലി ലോഡഡ് ആണെങ്കിൽ അവിടെ സ്ട്രെസ്സിലും ഡെഫിനറ്റ്ലി വേരിയേഷൻ വരും അല്ലേ. ലോഡ് അൺഈവൻ ആണെന്നുണ്ടെങ്കിൽ സ്ട്രെസ്സും അൺഈവൻ ആവത്തില്ലേ. അപ്പൊ സ്ട്രെസ് അൺഈവൻ ആകുമ്പോൾ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുക. ഈ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ക്രാക്കിംഗ് ഒക്കർ ചെയ്യുക. സെക്കൻഡ്, ബീം അല്ല സ്ലാബില് എക്സസീവ് ഡിഫ്ലക്ഷൻ വരുമ്പം ക്രാക്കിംഗ് ഒക്കർ ചെയ്യുക. തേർഡ് പറയുന്നത് രണ്ട് മെറ്റീരിയൽസ്. സോ ഈ രണ്ട് മെറ്റീരിയൽസിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഡിഫറെന്റ് ആണ്. ഈ രണ്ട് മെറ്റീരിയൽസിനെ സൈഡ് ബൈ സൈഡ് ആണ് നമ്മൾ ബിൽഡ് ചെയ്തിരിക്കുന്നത് എങ്കിൽ ലോഡ് വരുമ്പോഴത്തേക്ക് ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ആകുകയും ക്രാക്സ് ഒക്കർ ചെയ്യുകയും ചെയ്യും ജോയിൻസിൽ. മനസ്സിലാവുന്നുണ്ടോ? രണ്ട് മെറ്റീരിയലിന്റെ ഇലാസ്റ്റിക് പ്രോപ്പർട്ടി ഡിഫറെന്റ് ആണ്. ഈ രണ്ട് മെറ്റീരിയലിനെ നമ്മൾ ജോയിൻ ചെയ്ത് വെച്ചേക്കുവാണ്. ഈ ജോയിൻ ചെയ്ത് വെക്കുമ്പോഴത്തേക്ക് ലോഡ് വരുമ്പോൾ ഷിയർ സ്ട്രെസ് ഡെവലപ്പ് ആകും. ഈ മെറ്റീരിയൽസിന്റെ ജംഗ്ഷൻസിൽ ഷിയർ സ്ട്രെസ് വരുന്ന കാരണം ക്രാക്സ് ഡെവലപ്പ് ആകാം. എവിടെ? ജോയിൻസില്. ഫോർത്ത് കോസ് ക്രീപ്പ് ആണ്. സോ നമ്മൾ തേർഡ് കോസ് ഇലാസ്റ്റിക് ഡിഫോർമേഷൻ ആയിരുന്നു കണ്ടത് അല്ലെ. ഈ ഇലാസ്റ്റിക് ഡിഫോർമേഷൻ എന്ന് പറയുമ്പോൾ ഓൾമോസ്റ്റ് ഇൻസ്റ്റന്റേനിയസ് ആണ്. അതേസമയം
ഈ ഒരു ഡീഫോർമേഷൻ ഗ്രാജുവൽ ആണ്, അതേപോലെ തന്നെ സ്ലോ ആണ്, ടൈം ഡിപ്പെൻഡന്റ് ആണ് എന്നുണ്ടെങ്കിൽ അതിനെയാണ് ക്രീപ്പ് അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സ്ട്രെയിൻ എന്ന് പറയുന്നത്. സോ ഈ ക്രീപ്പ് കല്ലെ പ്ലാസ്റ്റിക് സ്ട്രെയിൻസ് കാരണവും ബിൽഡിംഗ് മെറ്റീരിയൽസിൽ, ഫോർ എക്സാമ്പിൾ കോൺക്രീറ്റ്, ബ്രിക്ക് വർക്ക്, മോർട്ടാർ, ടിമ്പേഴ്സിലൊക്കെ ക്രാക്സ് ഡെവലപ്പ് ആകാം. മനസ്സിലാവുന്നുണ്ടോ? ക്രീപ്പ് കാരണം, ക്രീപ്പ് എന്താ? ഗ്രാജുവൽ ആൻഡ് ടൈം ഡിപ്പെൻഡന്റ് ഡീഫോർമേഷൻ. സോ ഈ ക്രീപ്പ് കാരണം ബിൽഡിംഗ് മെറ്റീരിയൽസിൽ ക്രാക്ക് ഡെവലപ്പ് ആകാം. സോ ഇത് ക്രീപ്പിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ആണ് കണ്ടത്. നെക്സ്റ്റ്, ക്രീപ്പിന്റെ കുറച്ച് ജനറൽ കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. വീക്ക് മോർട്ടാർ ആണെന്നുണ്ടെങ്കിൽ ക്രീപ്പ് കൂടും. ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ, ഞാനിപ്പോ യൂസ് ചെയ്യുന്ന സിമെന്റ് മോർട്ടാർ 1:1:6 ആണെങ്കിൽ അവിടെ ക്രീപ്പ് കൂടുതലായിരിക്കും ആസ് കമ്പയർഡ് ടു 1:1:3 സിമെന്റ് മോർട്ടാർ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? വീക്ക് മോർട്ടാർ ആകുന്ന അനുസരിച്ച് ക്രീപ്പ് കൂടിക്കൊണ്ടിരിക്കും. സെക്കൻഡ് പറഞ്ഞിരിക്കുന്നത്, ബ്രിക്ക് വർക്കിലായിരിക്കും ക്രീപ്പ് കൂടുതൽ കോൺക്രീറ്റിനെ കാട്ടിലും. ഓക്കെ, സോ ബ്രിക്ക് വർക്കില് 20 മുതൽ 25% ക്രീപ്പ് കൂടുതലായിരിക്കും കോൺക്രീറ്റിനെ കാട്ടിലും. തേർഡ് പറയുന്നത്, ഇപ്പം ബ്രിക്ക് വർക്ക് എടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ 4 മാസം കൊണ്ട് ക്രീപ്പ് സീസ് ചെയ്യും. ക്രീപ്പ് കാരണമുള്ള ഡീഫോർമേഷൻ നിൽക്കും. അതേസമയം കോൺക്രീറ്റില് ഈ ഒരു ഡീഫോർമേഷൻ ഏകദേശം 1 വർഷം വരെ കണ്ടിന്യൂ ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? എന്താ പറഞ്ഞ, ബ്രിക്കിലുള്ള ക്രീപ്പ് എന്ന് പറയുന്നത് കോൺക്രീറ്റിലുള്ള ക്രീപ്പിനെക്കാട്ടും 20 മുതൽ 25% കുറവായിരിക്കും. അതേപോലെ തന്നെ ബ്രിക്കില് 4 മാസം കഴിയുമ്പം ക്രീപ്പ് കാരണമുള്ള ഡീഫോർമേഷൻ ഏകദേശം നിൽക്കുവാണെങ്കിൽ കോൺക്രീറ്റിൽ 1 വർഷം കഴിഞ്ഞ് നിൽക്കത്തുള്ളൂ. സോ ക്രീപ്പ് കാരണം ഒരു സ്ട്രക്ചറൽ മെമ്പറിന്റെ ഡീഫോർമേഷൻ സംഭവിക്കുന്നു. ഈ ഡീഫോർമേഷൻ ഒരു ലിമിറ്റ് കൂടുമ്പോഴാണ് അവിടെ ക്രാക്ക് ഫോം ചെയ്യുന്നത്, അല്ലേ? സോ ചില സാഹചര്യങ്ങളിൽ നമ്മുടെ ഇലാസ്റ്റിക് ഡീഫോർമേഷനെ കാട്ടിലും ക്രീപ്പ് കാരണമുള്ള ഡീഫോർമേഷൻ 2 മുതൽ 3 ഇരട്ടി കൂടുതലായിരിക്കും. 2 മുതൽ 3 ഇരട്ടി കൂടുതലായിരിക്കും. സോ ഫോർത്ത് പോയിന്റ് അത്ര ഇമ്പോർട്ടന്റ് അല്ല. ഫസ്റ്റ് 3 പഠിച്ചിരിക്കുക. വീക്ക് മോർട്ടാർ കാരണം ബ്രിക്ക് വർക്കില് ക്രീപ്പ് കൂടുതലായിരിക്കും. സെക്കൻഡ്, ബ്രിക്ക് വർക്കിലാണ് കോൺക്രീറ്റിനെ അപേക്ഷിച്ച് ക്രീപ്പ് കുറവ്. തേർഡ് പറഞ്ഞത്, ബ്രിക്ക് വർക്കില് 4 മാസങ്ങൾക്ക് ശേഷം ക്രീപ്പ് കാരണമുള്ള ഡീഫോർമേഷൻ നിൽക്കുമെങ്കിൽ കോൺക്രീറ്റിൽ ഏകദേശം 1 വർഷം വരെ കണ്ടിന്യൂ ചെയ്യും. സോ ഫിഫ്ത്ത് കോസ് ആണ് മൂവ്മെന്റ് ഡ്യൂ ടു കെമിക്കൽ റിയാക്ഷൻ. ബിൽഡിംഗ് മെറ്റീരിയൽസിൽ കെമിക്കൽ റിയാക്ഷൻ, ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത് കൊണ്ട് തന്നെ മെറ്റീരിയൽസിന്റെ വോളിയം ഇൻക്രീസ് ആകുകയും ഈ വോളിയം ഇൻക്രീസ് ആകുന്ന കാരണം ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ആകാം. സോ ഇന്റേണൽ സ്ട്രെസ്സസ് ഡെവലപ്പ് ആയ ക്രാക്സ് ഫോം ആവാനും ചാൻസ് ഉണ്ട്, അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? ചില കെമിക്കൽ റിയാക്ഷൻസ് നടക്കാം. ഈ കെമിക്കൽ റിയാക്ഷൻസ് കാരണം മെറ്റീരിയൽസിന്റെ വോളിയം ഇൻക്രീസ് ആകാം. വോളിയം ഇൻക്രീസ് ആകുന്നത് കൊണ്ട് തന്നെ ഇന്റേണൽ സ്ട്രെസ്സസ് സെറ്റപ്പ് ചെയ്യുകയും ഡെവലപ്പ് ആകുകയും ക്രാക്സ് ഫോം ആവാനും ചാൻസ് ഉണ്ട്. സോ കെമിക്കൽ റിയാക്ഷൻസ് നടക്കുന്നത്, ഫസ്റ്റ് സൾഫേറ്റ് അറ്റാക്ക്, സെക്കൻഡ് കാർബണേഷൻ ഇൻ സിമെന്റ് ബേസ്ഡ് മെറ്റീരിയൽസ്, തേർഡ് കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ കോൺക്രീറ്റ് ആൻഡ് ബ്രിക്ക് വർക്ക്, ആൻഡ് ഫോർത്ത് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ. ഫസ്റ്റ് നമ്മൾ പഠിക്കുന്നത് സൾഫേറ്റ് അറ്റാക്ക് ആണ്. സോ ഈ സോയിൽ അല്ലെ ഗ്രൗണ്ട് വാട്ടർ അല്ലെന്നുണ്ടെങ്കിൽ ക്ലേയിലൊക്കെയുള്ള സൾഫേറ്റ്, സോളുബിൾ സൾഫേറ്റ്സ് പ്രസന്റ് ആയിരിക്കും. ഓക്കെ, നമ്മുടെ ഈ സോയിൽ അല്ലെന്നുണ്ടെങ്കിൽ ഗ്രൗണ്ട് വാട്ടർ, ക്ലേയിലൊക്കെ സോളുബിൾ സൾഫേറ്റ് പ്രസന്റ് ആയിരിക്കും. ഈ സോളുബിൾ സൾഫേറ്റ് സിമെന്റിന്റെ അകത്ത് ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ഉള്ള കാര്യം നിങ്ങൾക്ക് അറിയാമല്ലോ. ഈ ട്രൈകാൽഷ്യം അലൂമിനേറ്റ് ആയിട്ടോ അല്ലെന്നുണ്ടെങ്കിൽ ലൈമുമായിട്ടോ അറ്റ്മോസ്ഫിയറിലെ മോയിസ്ചറിന്റെ പ്രസൻസിൽ, അതായത് വാട്ടറിന്റെ പ്രസൻസിൽ റിയാക്ട് ആകാനും ആ റിയാക്ട് ആയ പ്രോഡക്ട്സ് ഒക്കുപ്പൈ ചെയ്യാനായിട്ട് കൂടുതൽ സ്പേസും വേണം. സോ അവിടെ ഒരു എക്സ്പാൻഷൻ സംഭവിച്ചത് കൊണ്ട് തന്നെ ക്രാക്കിങ് സംഭവിക്കും. മനസ്സിലാവുന്നുണ്ടോ? സൾഫേറ്റ് അറ്റാക്ക് കാരണമുള്ള ക്രാക്സ് എങ്ങനെയാ ഡെവലപ്പ് ആകുന്നതെന്ന്? സോയില്, ഗ്രൗണ്ട് വാട്ടർ, ക്ലേ ബ്രിക്സിലൊക്കെയുള്ള സോളുബിൾ സൾഫേറ്റ്
സിമെന്റിലുള്ള ട്രൈ കാൽഷ്യം അലൂമിനേറ്റ് ആയിട്ട് റിയാക്ട് ചെയ്ത് കെമിക്കൽ പ്രോഡക്ട്സ് ഫോം ആവും. ഈ കെമിക്കൽ പ്രോഡക്ട്സ് നമ്മുടെ ഒറിജിനൽ മെറ്റീരിയൽസിനെക്കാട്ടിലും മച്ച് ലാർജർ സ്പേസ് വേണം ഒക്കുപ്പൈ ചെയ്യാനായിട്ട്. സോ അവിടെ ഒരു എക്സ്പാൻഷൻ സംഭവിക്കുവേ. എക്സ്പാൻഷൻ സംഭവിക്കുന്നത് കൊണ്ട് തന്നെ ക്രാക്സ്, അതൊരു ലിമിറ്റിൽ കൂടിയാൽ ക്രാക്സ് ഡെവലപ്പ് ആകാം. നെക്സ്റ്റ് പറയുന്നത് കാർബണേഷൻ. സോ കാർബണേഷന്റെ അകത്ത് പറയാനുള്ളത് സിമെന്റിന്റെ ഹൈഡ്രേഷന്റെ സമയത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലിബറേറ്റ് ആകും. ഓക്കെ ആണോ? നമ്മള് സിമെന്റിനെ ഹൈഡ്രേറ്റ് ചെയ്യുമ്പം കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലിബറേറ്റ് ആവും. ഇനി ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റിന് കുറച്ച് സ്പേസ് മതി കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെക്കാട്ടിലും. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? മുമ്പ് നമ്മൾ പറഞ്ഞ സൾഫേറ്റിന്റെ കേസിൽ സ്പേസ് കൂടുതൽ വേണമായിരുന്നു. പക്ഷെ കാർബണേഷൻ സംഭവിക്കുമ്പോൾ ഈ കാർബണേഷൻ കാരണമുള്ള പ്രോഡക്റ്റ് ഒക്കുപ്പൈ ചെയ്യാനായിട്ടുള്ള സ്പേസ് കുറവ് മതി. സോ ഹൈഡ്രേഷൻ ഓഫ് സിമെന്റിന്റെ സമയത്ത് കാൽഷ്യം ഹൈഡ്രോക്സൈഡ് ലിബറേറ്റ് ആകും. ഈ കാൽഷ്യം ഹൈഡ്രോക്സൈഡ് അറ്റ്മോസ്ഫിയറിലുള്ള കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഫോം ആവുന്ന പ്രോഡക്റ്റ് ഒറിജിനൽ കൺസ്റ്റിറ്റ്യുവൻസിനെക്കാട്ടിലും കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്യത്തുള്ളൂ. കുറച്ച് സ്പേസ് ഒക്കുപ്പൈ ചെയ്യുമ്പോൾ അവിടെ സ്ട്രിങ്കേജ് സംഭവിക്കും. സോ അവിടെ സ്ട്രിങ്കേജ് ക്രാക്സ് ഡെവലപ്പ് ആകും. സോ ഈ പ്രോഡക്റ്റ്, അതായത് ഈ കോൺക്രീറ്റിലുള്ള കാൽഷ്യം ഹൈഡ്രോക്സൈഡും അറ്റ്മോസ്ഫിയറിക് കാർബൺ ഡയോക്സൈഡുമായിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ഏതാ? കാൽഷ്യം കാർബണേറ്റ് ആണ് അല്ലേ? സോ ഈ കാൽഷ്യം കാർബണേറ്റിന് നമ്മുടെ കാൽഷ്യം ഹൈഡ്രോക്സൈഡിനെക്കാട്ടിലും സ്പേസ് കുറവ് മതി. സ്പേസ് കുറവ് മതിയത് കൊണ്ട് തന്നെ അവിടെ സ്ട്രിങ്കേജ് സംഭവിക്കും. സ്ട്രിങ്കേജ് സംഭവിക്കുമ്പോഴത്തേക്ക് എന്താകും? അവിടെ ക്രാക്സ് ഉണ്ടാകാം. സോ തേർഡ് റീസൺ ആണ് കൊറോഷൻ. ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കെമിക്കൽ റിയാക്ഷൻ ആണ് കേട്ടോ. കൊറോഷൻ. സോ കൊറോഷൻ എന്ന് പറയുന്നത് കെമിക്കൽ റിയാക്ഷൻ കാരണമല്ലേ ഉണ്ടാവുന്നത്. സോ വൺസ് സ്റ്റീൽ കൊറോഡഡ് ആവാൻ തുടങ്ങിയാൽ വോളിയം കൂടുതൽ ഒക്കുപ്പൈ ചെയ്യും. ഈ കൊറോഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് വോളിയം കൂടുതൽ ഒക്കുപ്പൈ ചെയ്യുമ്പോഴത്തേക്ക് ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്പ് ആകും. ഇന്റേണൽ സ്ട്രെസ് ഡെവലപ്പ് ആകുന്നത് കൊണ്ട് തന്നെ ക്രാക്സ് ഡെവലപ്പ് ആകും. നെക്സ്റ്റ് വൺ, ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ. ഇത് നോർമലി നമ്മൾ കോൺക്രീറ്റ് ടെക്നോളജി പഠിക്കുന്നതല്ലേ. ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ. ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുമ്പോൾ ഓർഡിനറി പോർട്ട്ലാൻഡ് സിമെന്റിൽ സോഡിയം ഓക്സൈഡും പൊട്ടാഷ്യം ഓക്സൈഡും ഒക്കെ ഉണ്ട്. സോ ഇതെന്താണ്? ഇത് ആൽക്കലീസ് ആണ്. ഈ സോഡിയം ഓക്സൈഡും പൊട്ടാഷ്യം ഓക്സൈഡും എന്നൊക്കെ പറയുന്ന ആൽക്കലീസ് ആണ്. സോ ഈ ആൽക്കലീസ് അഗ്രിഗേറ്റിലുള്ള സിലീഷ്യസ് മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ. സിമെന്റിലുള്ള ആൽക്കലി അഗ്രിഗേറ്റിലുള്ള മെറ്റീരിയലുമായിട്ട്, സിലീഷ്യസ് മെറ്റീരിയലുമായിട്ട് റിയാക്ട് ചെയ്യുന്നതിനെയാണ് ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷന്റെ പ്രോഡക്ട്സ് എന്ന് പറയുന്നത് കൂടുതൽ വോളിയം ഒക്കുപ്പൈ ചെയ്യുന്ന പ്രോഡക്ട്സ് ആണ്. സോ കൂടുതൽ വോളിയം ഒക്കുപ്പൈ ചെയ്യുമ്പോഴത്തേക്ക് അവിടെ എക്സ്പാൻഷൻ സംഭവിക്കും. എക്സ്പാൻഷൻ സംഭവിക്കുന്നത് തന്നെ ക്രാക്കിംഗ് ഒക്കെ അറിയാം. സോ അതുപോലെ തന്നെ കോൺക്രീറ്റിന്റെ ഡിസഇന്റഗ്രേഷൻ വരെ ഒക്കെ അറിയാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, നമ്മളപ്പം പഠിച്ചത് 4 കെമിക്കൽ റിയാക്ഷൻസ് ആണ് പഠിച്ചത്. സൾഫേറ്റ് അറ്റാക്ക്, കാർബണേഷൻ ഇൻ സിമെന്റ് ബേസ്ഡ് പ്രോഡക്ട്സ്, കൊറോഷൻ ഓഫ് റീഇൻഫോഴ്സ്മെന്റ് ഇൻ സിമെന്റ് ആൻഡ് ബ്രിക്ക് വർക്ക്, ആൽക്കലി അഗ്രിഗേറ്റ് റിയാക്ഷൻ. ക്ലിയർ ആയെന്ന് കരുതുന്നു. നെക്സ്റ്റ് സെക്കൻഡ് ലാസ്റ്റ് കോസ് ആണ് ഫൗണ്ടേഷൻ മൂവ്മെന്റ് ആൻഡ് സെറ്റിൽമെന്റ് ഓഫ് സോയിൽ. ഫൗണ്ടേഷനിൽ ലാർജ് ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് സംഭവിക്കാം. അതുകൊണ്ട് സിംപ്ലി പറയാം, ഫൗണ്ടേഷനിൽ ഉണ്ടാവുന്ന ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ്സ് കാരണം ഷിയർ ക്രാക്സ് ഫോം ആകാം. ഓക്കെ, ഫൗണ്ടേഷനിലുള്ള സെറ്റിൽമെന്റ് കാരണം അവിടെ ക്രാക്സ് ഫോം ആവാം. ഇനിയും ഈ ഒരു ഷിയർ ക്രാക്ക് ഡെവലപ്പ് ആകാനുള്ള കോസസ് ആണ് പറയുന്നത്. ഫസ്റ്റ്, അൺഈക്വൽ ബെയറിംഗ് പ്രഷർ വരുവാണ്. അതായത് നമ്മുടെ ഈ സ്ട്രക്ചറിന്റെ പല പാർട്സിലും പല ബെയറിംഗ് പ്രഷർ ആണ് എന്നുണ്ടെങ്കിൽ ഫൗണ്ടേഷൻ സെറ്റിൽ ആകാം. ഫൗണ്ടേഷൻ സെറ്റിൽ ആകുമ്പോഴത്തേക്ക് ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആകും.
നെക്സ്റ്റ്, സോയിലിന്റെ സ്ട്രെങ്തിനെക്കാട്ടിലും ഇൻ എക്സസ് ആയിട്ട് നമ്മൾ ബെയറിംഗ് പ്രഷർ കൊടുക്കുക എന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റ് സംഭവിക്കത്തില്ലേ? സോയിലിന് ബെയർ ചെയ്യാൻ പറ്റുന്ന ഒരു കപ്പാസിറ്റി ഉണ്ട്. അതിൽ കൂടുതൽ നമ്മൾ സോയിലിലോട്ട് പ്രഷർ കൊടുത്താൽ എന്ത് പറ്റും? അവിടെ സെറ്റിൽമെന്റ് സംഭവിക്കും. ഈ സെറ്റിൽമെന്റ് സംഭവിക്കുന്നതുകൊണ്ട് തന്നെ ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആകാം. തേർഡ്, ലോ ഫാക്ടർ ഓഫ് സേഫ്റ്റി ഇൻ ഡിസൈൻ ഓഫ് ഫൗണ്ടേഷൻസ്. സോ ഫൗണ്ടേഷൻസ് ഡിസൈൻ ചെയ്യുമ്പോൾ ഫാക്ടർ ഓഫ് സേഫ്റ്റി നമ്മൾ ശരിക്കും കൺസിഡർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സെറ്റിൽമെന്റ് സംഭവിക്കാം. ഫോർത്ത്, ലോക്കൽ വേരിയേഷൻ ഇൻ ദ നേച്ചർ ഓഫ് സപ്പോർട്ടിംഗ് സോയിൽസ്. അതായത് ഇപ്പം സപ്പോർട്ടിംഗ് സോയിലില് നമ്മുടെ ഫൗണ്ടേഷൻ ഇരിക്കുന്ന സപ്പോർട്ടിംഗ് സോയിലിൽ ഇപ്പം ചെറിയ വേരിയേഷൻസ് വരിക. സോ അത് നമ്മൾ ഡിസൈൻ ചെയ്യുന്ന സമയത്ത് അൺഡിറ്റക്റ്റഡ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവിടെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് വരികയും ക്രാക്സ് ഡെവലപ്പ് ആവുകയും ചെയ്യും. പിന്നെ എക്സ്പാൻസീവ് സോയിൽ ആണെന്ന് കരുതുക. എക്സ്പാൻസീവ് സോയിൽ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ക്രാക്സ് സംഭവിക്കാൻ അവിടെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് സംഭവിക്കരുതോ? എക്സ്പാൻസീവ് സോയിലില് നമ്മൾ പണിയുന്ന ഒരു ബിൽഡിങ്ങിന് അതിൻ്റെ ആയിട്ടുള്ള കെയറും പ്രിക്വേഷൻസും എടുത്തിട്ട് വേണം നമ്മൾ പണിയാൻ വേണ്ടിയിട്ട്. സോ അങ്ങനെയല്ല നമ്മൾ പണിഞ്ഞിരിക്കുന്നത്. നെക്സ്റ്റ് ആണ് ഫൗണ്ടേഷൻ റെസ്റ്റിംഗ് ഇൻ ആക്റ്റീവ് സോൺ ഓൺ എക്സ്പാൻസീവ് സോയിൽ. സോ ഒരു എക്സ്പാൻസീവ് സോയിലിൽ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുന്ന ബിൽഡിങ്ങിന് അതിൻ്റെതായിട്ടുള്ള കെയർ എടുത്തിട്ട് വേണം കൺസ്ട്രക്ട് ചെയ്യാനായിട്ട്. നമ്മൾ ആ കെയർ എടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അവിടെ ഡിഫറൻഷ്യൽ സെറ്റിൽമെന്റ് സംഭവിക്കുകയും ഷിയർ ക്രാക്സ് ഡെവലപ്പ് ആവുകയും ചെയ്യും. ലാസ്റ്റ് വൺ, ഗ്രോത്ത് ഓഫ് വെജിറ്റേഷൻസ്. നമുക്കിത് അറിയാവുന്ന ഇപ്പം ബിൽഡിങ്ങിന്റെ അടുത്ത് ട്രീസ് നിൽക്കുക. സോ ഈ ട്രീസിന്റെ റൂട്ട് ഹൊറിസോണ്ടലി എല്ലാ ഭാഗത്തേക്കും മൂവ് ചെയ്യുക അല്ലേ? മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയും ക്രാക്കിങ് സംഭവിക്കാം. അപ്പം ഡീഹൈഡ്രേറ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവിടുത്തെ മോയ്സ്ചർ കണ്ടന്റ് കുറയുക. മോയ്സ്ചർ കണ്ടന്റ് കുറയുമ്പോൾ ഫൗണ്ടേഷൻ സെറ്റിൽമെന്റ് ഒക്കെ ചെയ്യരുതോ? അതേപോലെ തന്നെ ബിൽഡിംഗ് കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ട്രീനെ വെട്ടിക്കളഞ്ഞു. ഓക്കെ, വെട്ടിക്കളഞ്ഞതിന് ശേഷം ഈ ഒരു ശ്രിങ്കബിൾ നെക്സ്റ്റ് ഒരു ബിൽഡിങ്ങിന്റെ ഫൗണ്ടേഷൻ നമ്മൾ ശ്രിങ്കബിൾ ക്ലേയിലാണ് കൺസ്ട്രക്ട് ചെയ്യുന്നത് എങ്കിൽ വോൾസിന്റെ ക്രാക്കിങ്ങും ഫ്ലോർസിന്റെ ക്രാക്കിങ്ങും നടക്കാനുള്ള സാഹചര്യം വളരെ കൂടുതലാണ്. എക്സാമ്പിൾ പറയുവാണെങ്കിൽ ഈ ബിൽഡിങ്ങിനടുത്ത് ഒരു ട്രീ ഉണ്ടെന്ന് കരുതുക. സോ ഈ ട്രീ എന്ത് ചെയ്യും? മോയ്സ്ചറിനെ എല്ലാം വലിച്ചെടുക്കും അല്ലെ? അതിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ട് വാട്ടറിനെ വലിച്ചെടുക്കും. സോ ഇത് മോയ്സ്ചറിനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക്, സോയിലുള്ള മോയ്സ്ചറിനെ വലിച്ചെടുക്കുമ്പോഴത്തേക്ക് സോയിൽ ഡീഹൈഡ്രേറ്റഡ് ആകും. സോയിൽ ഡീഹൈഡ്രേറ്റഡ് ആകുമ്പോഴത്തേക്ക് സോയിൽ ഷ്രിങ്ക് ആകുകയും ഫൗണ്ടേഷൻ സെറ്റിൽ ആകുകയും ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? സോയിൽ എന്തോ പറ്റി? സോയിലിന്റെ അകത്ത് മോയ്സ്ചർ വലിച്ചെടുത്തു. അപ്പൊ സോയിലിന്റെ അകത്ത് മോയ്സ്ചർ വലിച്ചെടുക്കുമ്പോൾ സോയിലിന് അവിടെ ഒരു ശ്രിങ്കേജ് സംഭവിക്കുക. ശ്രിങ്കേജ് സംഭവിക്കുമ്പോൾ ഈ സോയിലിന് മണ്ടയ്ക്ക് നമ്മൾ കൺസ്ട്രക്ട് ചെയ്തേക്കുന്ന ഫൗണ്ടേഷന് ഒരു സെറ്റിൽമെന്റ് സംഭവിക്കില്ലേ? അതാണ് പറഞ്ഞിരിക്കുന്നത്. സെക്കൻഡ്, ഇപ്പം ഈ ശ്രിങ്കബിൾ ക്ലേയില് സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന ശ്രിങ്കബിൾ ക്ലേയില് നമ്മളൊരു സെക്കൻഡ് പറഞ്ഞിരിക്കുന്ന ശ്രിങ്കബിൾ ക്ലേയില് നമ്മളൊരു ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്യുവാണ്. സോ ഈ ശ്രിങ്കബിൾ ക്ലേയില് ഓൾറെഡി ഒരു നല്ലൊരു വലുതായ ഒരു ട്രീ ഉണ്ടായിരുന്നു. ഈ ട്രീനെ കട്ട് ചെയ്തിട്ടാണ് നെക്സ്റ്റ് പറയുന്നത്. ഓൾറെഡി ശ്രിങ്കബിൾ ക്ലേയില് ഓൾറെഡി ഒരു ബിഗ് ട്രീ ഉണ്ടായിരുന്നു. അത്യാവശ്യം വളർന്ന ഒരു ഓൾഡ് ട്രീ ഉണ്ടായിരുന്നു. സോ ഈ ഒരു ഓൾഡ് ട്രീസ് കട്ട് ചെയ്തതിന് ശേഷമാണ് നമ്മള് ബിൽഡിങ് പണിയുന്നത്. സോ ഈ ട്രീസിന്റെ റൂട്ട് ഓൾറെഡി ആ സോയിലിനെ ഡീഹൈഡ്രേറ്റ് ചെയ്ത് വെച്ചേക്കുമല്ലേ? ഈ സോയിലിന്റെ അകത്തുനിന്ന് മോയ്സ്ചർ അബ്സോർബ് ചെയ്ത് സോയിൽ ഏകദേശം ഡീഹൈഡ്രേറ്റഡ് ആണെന്ന് കരുതുക. ഇനിയും ഈ സോയിലിലോട്ട് നമ്മൾ ഫൗണ്ടേഷൻ കൺസ്ട്രക്ട് ചെയ്തതിന് ശേഷം ഈ ഒരു സോയിലില് മോയ്സ്ചർ തിരിച്ചു വരുമ്പോഴത്തേക്ക് സോയിൽ സ്വെല്ലപ്പ് ആവത്തില്ലേ? സോയിൽ എക്സ്പാൻഡ് ചെയ്യും. സോയിൽ എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് സോയിൽ എന്ത് ചെയ്യും? നമ്മുടെ ഫൗണ്ടേഷനിലോട്ട് ഒരു പ്രഷർ കൊടുക്കും, അപ്വേർഡ് ഫോഴ്സ് കൊടുക്കും. ഈ അപ്വേർഡ് ഫോഴ്സ് കാരണം ബിൽഡിങ്സിൽ ക്രാക്സ് ഒക്കെ അറിയാം.
സോ ഈ രണ്ട് ചാൻസസ് ആണ് ഷ്രിങ്കബിൾ ക്ലേയിൽ ഒരു ട്രീ ഉണ്ടെങ്കിൽ അവിടെ പടിയുന്ന ബിൽഡിങ്സിൽ ക്രാക്സ് ഉണ്ടാകാനുള്ള സാഹചര്യം.